2 മില്യൺ ദിർഹംസാണ് Yes, 2 മില്യൺ ദിർഹംസിൽ ക്ലോസ് ചെയ്തു പറഞ്ഞാൽ ഞങ്ങളെ റിസീവബിൾ ഒന്നും നമുക്ക് ഇവർ കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ ക്ലോസ് ചെയ്തല്ലോ. 40-ലധികം കേസുകളുണ്ടായിരുന്നു. 40-ലേറെ 44 കേസുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനമ്മ ബിസിനസ് ചെയ്താണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ ടൈം വാങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരാം. നമുക്കൊരു ഇഷ്യൂ വരുന്നത് കൊണ്ട് നമ്മൾ തളർന്നത് കൊണ്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം ഇപ്പോഴും ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങൾ വെച്ചിട്ട് പറയണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഏതൊരു രാജ്യമാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടൈമിലാണ് അവിടെ നമുക്കൊരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റുക. ആ ഒരു ടൈമാണ് ഇപ്പോൾ സഹോദരങ്ങൾ. നമ്മൾ സംരംഭകരിൽ വിജയിച്ചവരെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാറുണ്ട്. അവരുടെ പിന്നിലുള്ള ത്യാഗങ്ങൾ നമ്മൾ കാണാറില്ല. ചിലരുണ്ട് പരാജയപ്പെട്ട് വീണ് അട്ടിക്കിട്ടി നിലത്ത് കിടന്നിട്ടും ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വരുന്നവർ. അവർ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മളൊട്ട് അറിയാറുമില്ല. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി നാട് വിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസിയാവുന്നു, ഒരു സംരംഭകനാവുന്നു. എന്നാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക്, പ്രയാസങ്ങളിലേക്ക് കടക്കുന്നു. എന്തിന്, ജയിൽവാസം പോലും. പക്ഷേ തിരിച്ചുവരവ്, വൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു. അത്തരമൊരു സ്പാർക്കുള്ള കഥയാണ് ഈ മിഡിൽ ഈസ്റ്റ് എപ്പിസോഡ് എന്ന് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ സയ്യിദ് ക്ലിക്ക്. സ്വാഗതം സയ്യിദ് സ്പാർക്കിലേക്ക്. നമ്മൾ പരിചയപ്പെട്ട വേദിയിൽ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് താങ്കളുടെ കഥ ഈ വേദിയിലിരുന്ന് സ്പാർക്കിൻ്റെ പ്രേക്ഷകരോട് പറയണമെന്ന്. അതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. സയ്യിദിൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ ഊരകം, മിനി ഊട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഏതായാലും ഇടയ്ക്ക് പറയട്ടെ, വളരെ സന്തോഷമുണ്ട് ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിലും ഇവിടെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. വളരെ എനിക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചത്തെ ഷെഡ്യൂളും 9 to 9 പ്രോഗ്രാമൊക്കെ, അതിനൊക്കെ ഇടയിലും മാഷാ അല്ലാ ഇങ്ങനെ ഒരു ടൈം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്കൾ പഠിച്ചതൊക്കെയോ? ഞാൻ പഠിച്ചത് നമ്മുടെ നാട്ടിലെ സ്കൂളിലും മദ്രസയിലും ഒക്കെ സ്വാഭാവികമായി മലപ്പുറം ജില്ലയിലെ നിങ്ങൾക്കറിയാലോ, മലപ്പുറം ജില്ലയിലെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സ്ഥലമാണ് കാരാത്തോട്. അവിടെയാണ് LP സ്കൂളും അവിടെയാണ് UP സ്കൂളൊക്കെ പഠിച്ചത്. ഹൈസ്കൂൾ നമ്മുടെ പാലക്കാട് ഒക്കെ വളരെ ഫേമസ് ആണല്ലോ. ഞങ്ങളുടെ അവിടെ ദാറുൽ ഹുദ പോലും ഹൈസ്കൂളുണ്ട്. അവിടെ 8ാം ക്ലാസ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് 7ാം ക്ലാസ് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വെക്കേഷൻ സമയം, സത്യത്തിൽ മുമ്പൊക്കെ റമളാനും സ്കൂൾ വെക്കേഷനും ഒരുപോലെ വരുമായിരുന്നു. ആ സമയത്താണ് ഉപ്പയുടെ ആകസ്മികമായ മരണം സംഭവിക്കുന്നത്. ഉപ്പ 18 വർഷം പ്രവാസിയായിരുന്നു. അങ്ങനെ 18 വർഷം പ്രവാസം കഴിഞ്ഞ് ഇനി പ്രവാസമൊക്കെ നിർത്തി ഒരു വീട് വെച്ചിരുന്നു. ഒരു 35 സെൻറ്റ് സ്ഥലം, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്, അന്നത്തെ കാലത്തുള്ള കുഴപ്പമില്ലാത്തൊരു വീട് വെച്ചു. ഇനി മക്കളൊക്കെ കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ഉപ്പ ഒരു പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരും. ആ സമയത്ത് ഒരു റമളാനിൽ അവസാനത്തെ 10 വെള്ളിയാഴ്ച ദിവസം ഉപ്പ വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അറ്റാക്കായിരുന്നു. പെട്ടെന്ന് അന്ന് എനിക്ക് വയസ്സ് 13, 7ാം ക്ലാസ് വെക്കേഷൻ കഴിഞ്ഞിരിക്കും. സത്യത്തിൽ ഉപ്പ പറഞ്ഞിരുന്നു ഈ വെക്കേഷൻ കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് ഞങ്ങളെ കാലിക്കറ്റിലുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഉപ്പ മരിക്കുന്നത്. എൻ്റെ താഴെ അനിയനുണ്ട്, സിക്കരിയ, അൻവർ പെങ്ങളുണ്ട്. 2 അനിയന്മാരും ഒരു പെങ്ങളും ഉമ്മയും. അത് ജീവിതം ആകെ കീഴ്മേ മറിച്ചു. തീർച്ചയായിട്ടും ആരാണെങ്കിലും ഒരുപക്ഷെ എന്താ പറയുക, വഴിമുട്ടി എന്ന് തോന്നുന്നൊക്കെ ഒരു നിമിഷമായിരുന്നു. പക്ഷേ പടച്ചോൻ അനുഗ്രഹം കൊണ്ട് ഉപ്പ ഇവിടെ ജിദ്ദയിലും മക്കയിലും ഒക്കെ ആയിട്ട് 10-18 വർഷം ബിസിനസ്സും ജോലിയൊക്കെ ആയിട്ട് ആ സമയത്ത് യത്തീംഖാന വരെ പഠിക്കേണ്ടി വന്നു. അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ബോർഡിംഗ് സ്കൂളിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ 8ാം ക്ലാസ് ഒരു വർഷം പാണക്കാട് പഠിക്കുകയും 9ഉം 10ഉം അതാണ് പറഞ്ഞുകൊണ്ട് സാർ അവിടെ 9ഉം 10ഉം പിന്നെ ഞാൻ ചെറൂർ ഹൈസ്കൂളുണ്ട്, PBTYHS വളരെ ഫേമസ് ആയ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ അടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട്, പാണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഓർഫനേജ്. അവിടെയാണ് 9ഉം 10ഉം പഠിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായി അവിടുന്ന് PSMO കോളേജിൽ, അന്നത്തെ കാലം പ്രീ ഡിഗ്രിയാണ്, ഇപ്പോൾ +2 പകരം അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. ആ സമയത്ത് അവിടുത്തെ പരിസരത്തുള്ള ഒരു പള്ളിയിൽ ഞാൻ അറിവ് പഠിക്കാനും മതം പഠിക്കാനും ഒക്കെ എൻ്റെ സമയം ഉപയോഗിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. വളരെ ഫേമസ് ആയ കമാൽ പാഷ സാറ് പോലെയുള്ള ഒരുപാട് പ്രമുഖർ ക്ലാസ് എടുക്കുകയും
അവരൊക്കെ അധ്യാപനം നടത്തിയ വളരെ പഴയ ഒരു കോളേജ്, ഇപ്പോൾ അതിന് 75ാം വാർഷികമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിരുന്നു. അവിടെയാണ് എൻ്റെ പ്രീ ഡിഗ്രി പഠനം ഉണ്ടായത്. പിന്നെ ഡിഗ്രി ഒരു സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ മരണത്തോടു കൂടി SSLC പോലും ഒരു 10ാം ക്ലാസ് പോലും കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു കൊടുത്ത് എനിക്ക് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹവും. ആ ഡിഗ്രിക്ക് പഠിക്കും, പ്രൈവറ്റായിട്ട് പഠിക്കുന്നു, അവിടെ ഒരു ബോർഡിംഗ് സ്കൂളിൻ്റെ മാനേജറാവുന്നു. അത് കഴിഞ്ഞ് ഫൈനൽ ഇയർ ചെയ്യുന്നത് 99 ഞാൻ ഫൈനൽ എഴുതുന്ന സമയത്താണ് ഞാൻ ദുബായിലേക്ക് വരുന്നത്. ഏതൊരാളുടെ ഡിഗ്രി കംപ്ലീറ്റഡ് എന്നേ പറയാനുള്ളൂ. ഡിസ്കണ്ടിന്യൂഡ് എന്ന് പറയും. ഞാൻ എല്ലായിടത്തും CV ചോദിക്കുമ്പോൾ പറയാറുണ്ട് BA ഹിസ്റ്ററി ഇൻ ബ്രാക്കറ്റ് ഡിസ്കണ്ടിന്യൂഡ്. അതൊരു വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ നാട് വിട്ടുന്നു, പ്രവാസി ദുബായിലേക്ക് വന്നു. ദുബായിൽ ഞാൻ വരുന്നത് ഞാൻ അറബിക് ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഒക്കെ പഠിച്ചത് ദുബായിലുള്ള അൽസഫ ടൈപ്പിംഗ്. എൻ്റെ ഉമ്മൻ്റെ കസിൻ ഉണ്ട്, അവർ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാനൊരു കുടുംബനാഥനാണ്, ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന നിലക്ക് ഞാൻ അങ്ങോട്ട് വരുന്നു. അവിടെ 3 വർഷം അവരോട് കൂടെ ജോലി ചെയ്യുന്നു. കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ പോയി തിരിച്ചു വന്ന് പിന്നെയാണ് ഇതൊന്നും പോരാ, നമുക്കൊന്ന് ട്രേഡിങ് ചെയ്യാം. അന്നത്തെ കാലം ദുബായിലെ കമ്പ്യൂട്ടർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മിഡിൽ ഈസ്റ്റ് ഫേമസ് കമ്പ്യൂട്ടർ സ്ട്രീറ്റാണ്. അവിടെ എൻ്റെ സുഹൃത്തായിട്ടൊരു ചെറിയ സംരംഭം തുടങ്ങുന്നു. അതൊരു സർവീസ് കമ്പനി ആയിരുന്നു. അത് ഗ്രാജ്വലി വലിയ ട്രേഡിംഗ് ആയി മാറി. അതങ്ങനെ പോയി 2009 ഇവിടെ ക്രൈസിസ് വന്ന സമയത്ത് അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഡെപ്റ്റ് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ കിട്ടേണ്ടി വന്നു. എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഡെപ്റ്റും റിസീവബിളും പേയബിളും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ഉടനെ ജയിലിലാകും. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു GCC കൺട്രിയിലേക്ക് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോയി. പിന്നെ അറിയാലോ, സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് എൻ്റെ ഇടപാടുകാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും മലയാളികളുമാണ്. മലയാളികളുടെ ഒരു കോമൺ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ കൂടുതൽ അയാളെ കൂട്ടത്തോടെ ആക്രമിക്കുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് വരിക. ഞാൻ അന്ന് ആശങ്കപ്പെട്ടത് സാറേ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല എന്ന് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണല്ലോ ഏതൊരു ബിസിനസ്സുകാരൻ ആഗ്രഹിക്കുക. ആർക്കും ഒരു പണം കൊടുക്കാതിരിക്കണം, ഒരു പർപ്പസ്ഫുള്ളി നമ്മൾ ആരെയും ചിറ്റ് ചെയ്യാത്ത. അത് ഞാൻ ഒരു കാര്യം അടിവരായിട്ട് പറയും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരോടും നമ്മൾ പടച്ചവൻ്റെ അടുത്തുള്ള കമ്മിറ്റ്മെൻറ്റ്, നമ്മളെ പേഴ്സണലി മനസാക്ഷിക്കുത്തുള്ള ഒരു പരിപാടിയും നമ്മൾ ചെയ്യാതിരിക്കുന്നിടത്തോളം സമയം പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതം. ഞാൻ ആളുകളോടൊക്കെ പറഞ്ഞു, പക്ഷെ അവരൊന്നും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉപ്പ ഉണ്ടാക്കിയ വീട് നമുക്ക് വിൽക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. 2 മില്യൺ ദിർഹംസ് എവിടെ തീരാനാ? 2 മില്യൺ ദിർഹംസ് 2 മില്യൺ ദിർഹംസിൽ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളെ റിസീവബിൾ ഒന്നും നമുക്ക് ഇവർ കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ ക്ലോസ് ചെയ്തല്ലോ. പിന്നെ പെയ്ഡാണ്. പിന്നെ ബാങ്കിൻ്റെ ലോണുകൾ, പിന്നെ ക്രെഡിറ്റ് കാർഡുകൾ, ഏതൊരു ബിസിനസ്സും ഇവിടെ നടക്കുന്നത് അതിൻ്റെയൊക്കെ പേരിലാണല്ലോ. ഒരുപാട് റിസീവബിളും ഒന്നും കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അന്ന് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം ഉമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സാറോട്, പിന്നെ ഉപ്പ ഇല്ലാതെ ഞങ്ങൾ വളർന്നതാണ്. ഉപ്പ മരിക്കുന്ന സമയത്ത് ഉമ്മക്ക് ഒരു നല്ല പ്രായമാണ് എന്ന് പറഞ്ഞാൽ ഒരു 30s ആണ്. ആ സമയത്തൊക്കെ പലപ്പോഴും ഒരു പുനർവിവാഹത്തിന് പോലും ആളുകൾ പ്രഷർ ചെയ്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ നിന്നാണ്. അപ്പം ഉമ്മനോട് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, വീടും പറമ്പൊക്കെ വിറ്റിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നമ്മളിവിടെ പറഞ്ഞു പാടക വീട്ടിൽ പോകാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനുമ്മ ബിസിനസ് ചെയ്താണ്, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ ടൈം വാങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ ഖത്തറിൽ പോയി എൻ്റെ പഴയ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയ എൻ്റെ സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു പോയി. കമ്പനി ഫോർമേഷൻ, ബിസിനസ് സെറ്റപ്പ്, അതാണ് എൻ്റെ മേഖല. സത്യത്തിൽ ഇതൊന്ന് ഞാൻ പഠിച്ചൊരു പാഠം, ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു വലിയ പാഠം, നമ്മൾ ട്രേഡിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം ബാക്കപ്പ് ആയിട്ട് പോകണം. എൻ്റെ ബാക്കപ്പ് ഇല്ലാത്ത ആളുകൾക്ക് പറ്റിയ പരിപാടിയല്ല ട്രേഡിംഗ്. ഒന്നും പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും ഒരു വലിയ ട്രേഡിംഗ് നമുക്ക് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്കില്ല് കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ സ്കില്ല്, എസ്പെഷ്യലി ഞാൻ അതൊരു പക്ഷേ പ്രൊഫഷണൽ ഫീൽഡ് നമുക്ക് പിടിച്ചേക്കാൻ തെളിവാണ് ഞാൻ. കാരണം എനിക്ക് അറബി ഭാഷ അറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഖത്തറിൽ പോയി നമ്മുടെ പഴയ ടൈപ്പിംഗ് സെൻ്ററൊക്കെ തുടങ്ങി. ഞാൻ എൻ്റെ ഇടപാടുകാരൻ നിരന്തരം വിളിച്ചു. കടം കൊടുക്കാനുള്ളവരെ ഞാൻ വിളിച്ചു. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ, ഈ ദുബായിലുണ്ട്. എന്നെ സഹായിച്ച നിങ്ങൾക്കറിയാം IPL മെമ്പർ അസനാർക്ക്, അദ്ദേഹത്തോടൊക്കെ ഇടപാടുള്ള മനുഷ്യനാണ്. ഞാനാണ് അദ്ദേഹത്തിന് ഗോൾഡൻ വിസ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എടുത്തു കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ പേഴ്സണലി കടം വാങ്ങിച്ച ആളുകളുണ്ട്. അറിയാമല്ലോ, ഒരു ബിസിനസ് നടക്കുമ്പോൾ അതിന് വേണ്ടി ഫണ്ടിന് വേണ്ടി എന്തും ചെയ്യും. നമ്മൾ കടം വാങ്ങിക്കും, ക്രെഡിറ്റ് മേടിക്കും. ഈ ഇടപാടുകാരൊക്കെ ഞാൻ അവിടെ നിരന്തരം വിളിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇതിനെ സമ്മതിക്കണം. കാരണം ഞങ്ങളൊക്കെ ഒരു ഇടപാട് വരുമ്പോൾ, അതും എൻ്റെ പ്രേക്ഷകരോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സ്പാർക്കിൽ ആളുകളോടും സാറിന് ശബ്ദം ശ്രവിക്കുന്നതോടും പറയാനുള്ളത്, നമുക്കൊരു ഇഷ്യൂ വരുന്നത് കൊണ്ട് നമ്മൾ തളർന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ
ഞാൻ ഒരു കാര്യം ഇപ്പോഴും ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങൾ വെച്ചിട്ട് പറയണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒളിച്ചോടുകയും ചെയ്യരുത്. ഒളിച്ചോടുകയും ചെയ്യും. ആത്മഹത്യ പരിഹാരമായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ. പക്ഷെ നമ്മുടെ ആത്മീയത, നമ്മളെ ഉള്ളിലുള്ള ഒരു മതബോധം, പടച്ചോനുണ്ടെന്നും പടച്ചോൻ നമ്മളെ കൈവടിയില്ല എന്നുള്ള വിശ്വാസമുള്ളിടത്തോളം കാലം നമുക്കാർക്കും ഒരു ബേജാറും വേണ്ട. കാരണം നമുക്ക് തിരിച്ചു വരാൻ കഴിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഖത്തർ സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു അവിടെ പോയി തുടങ്ങി ബിസിനസ് സെറ്റപ്പ് ചെയ്ത് അത് വിജയിച്ചു. ഞാൻ ആളുകളെ ഇങ്ങോട്ട് സ്ലോവലി സെറ്റിൽ ചെയ്തു. പിന്നെ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം ബാങ്കും ക്രെഡിറ്റും വിഷയങ്ങളാണ്. കേസുകളുണ്ട്, 40-ലധികം കേസുകളുണ്ടായിരുന്നു. 44 കേസുകളുണ്ടായിരുന്നു ദുബായ് കോർട്ട്. ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എൻ്റെ നിങ്ങളെ പോലെ എല്ലാവരും പറഞ്ഞു ഒരിക്കലും ദുബായിലേക്ക് തിരിച്ചു പോകരുത്, നിന്നെ പിടിച്ച് ഉള്ളിലിടും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഉള്ളിലിട്ടോട്ടെ. ഉള്ളിലിടലാണെങ്കിൽ അതിന് പരിഹാരമെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ആളുകളുമായി, എൻ്റെ ലീഗൽ കൺസൾട്ടൻറ്റുമായും അതുപോലെ തന്നെ പ്രദേശമായിട്ട് സംസാരിച്ചു. ഇവിടെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. 2016 അവിടെ തിരിച്ചു വന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. പണം അവിടെ നിന്ന് തന്നെ തിരിച്ചു കൊടുത്തിരുന്നു പേഴ്സണൽ ആളുകൾക്ക്. വീണ്ടും ഇവിടെ പിന്നെ ക്രെഡിറ്റ് കാർഡിന് ലോണിന്റെ ഒക്കെ ചെറിയ കേസുകൾ ബാങ്കിന്റെ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു പരിഹാരമുള്ളൂ. ഇവിടെ വന്ന് തന്നെ അത് സെറ്റിൽ ചെയ്യണം. ഇപ്പോഴൊക്കെ അതിന് പല സംവിധാനങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് താങ്കൾ ഇവിടെ ദുബായിലേക്ക് തിരിച്ചു വരികയാണ്. അറസ്റ്റ് ചെയ്യുന്ന ഉറപ്പായിട്ടും. എന്നിട്ട് പോയി എയർപോർട്ടിൽ വന്നു എന്നെ പിടിച്ചോണ്ട്. എന്നിട്ട് അവരുടെ കോർട്ടിൽ എന്നെ സബ്മിറ്റ് ചെയ്തതിൻ്റെ എല്ലാ കേസുകളും, കാരണം അതൊക്കെ റീഓപ്പൺ ചെയ്തിട്ട് നമ്മളതിനൊക്കെ ഫൈൻ അടിച്ച് ക്ലിയർ ചെയ്തിട്ട്, ഒരു പക്ഷേ കോർട്ട് നമ്മളോട് പറയും ക്യാഷ് ഉണ്ടോയെന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് 2 മാസം അവിടെ കിടന്നു. ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ ഒരു ബാച്ചിലർ റൂം പോലത്തെ റൂമാണ്. നമുക്ക് ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല എന്നുള്ള പ്രശ്നമുള്ളൂ. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. എത്ര നാൾ കിടന്നു? ഞാൻ 2 മാസം. 2 മാസം. 2 മാസമായിട്ട്. 2 മാസം. അത് കൊറോണ സമയമായിരുന്നു. നമുക്ക് അവിടെ നിസ്കാരവും ജുമയും ഇവിടെ എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്നു. അവിടെ എല്ലാം സജീവമായിരുന്നു. നമുക്ക് അവിടുത്തെ നമ്മുടെ ആരാധനയും റമദാനിലെ നോമ്പും ഒരു നോമ്പ് സമയത്തായിരുന്നു. പക്ഷെ താങ്കൾ ഒരു വിഷമമില്ലാതെ പറയുന്നത്, ഞാൻ സന്തോഷമായിട്ട് പോയിരുന്നു. കാരണം നമ്മൾ ആരും കൊന്നിട്ടില്ലല്ലോ, നമ്മൾ പർപ്പസ്ഫുള്ളി ആരും ചീറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ തെറ്റുകാരനല്ലേ. ഇത് ഇവിടുത്തെ കോർട്ടിന്റെ ഒരു വിധി അതാണെങ്കിൽ നമുക്ക് ചരിത്രത്തിൽ എത്ര ആൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവിടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. 10-23 നല്ല കോണ്ടാക്ട് ഇന്നുണ്ട്. നല്ല കോണ്ടാക്ട് എന്ന് പറയുന്നത് കള്ളന്മാരല്ലേ? അല്ല. നമ്മുടെ സെല്ലിന്റെ പ്രത്യേകത, നമ്മുടെ ജില്ല പ്രത്യേകത, ഫൈനാൻഷ്യലി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന ബിസിനസ് തകർന്ന് ചെക്ക് മടങ്ങിയ, ഞാൻ പറയട്ടെ, ബുർജ് ഖലീഫിൽ അപ്പാർട്ട്മെന്റിലുള്ള ആള്, പാംജുമേറിയിലെ വില്ലുള്ള ആള് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരാരും ആരെയും കൊന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ക്രൈം ചെയ്തവരൊക്കെ ഏത് രാജ്യക്കാരാണ്? അവര് കനേഡിയൻസ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഇറാനിയൻസ് ഉണ്ടായിരുന്നു, എല്ലാ നാട്ടുകാരുണ്ടായിരുന്നു, പാകിസ്ഥാനി എല്ലാം. അവിടുത്തെ ജയിലിൻ്റെ ഒരു പ്രത്യേകത ഓപ്പൺ ജയിൽ എന്ന് പറയും. അവിടെ ഈ ഫിനാൻഷ്യലി ബിസിനസ് ഒക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ട് അതിന്റെ പേരിലുള്ള ഫൈനാൻഷ്യൽ ഇന്നിപ്പോ യുഎഇയിൽ ചെക്ക് ബൗൺസ് കേസ് പ്രശ്നമില്ല. അവർക്ക് എന്തില്ല, ജയിലിൽ അവർക്ക് ഇവിടെ നിൽക്കാം, ബാൻ ഉണ്ടാവും, അവർക്ക് അത് സെറ്റിൽ ചെയ്യാം സ്ലോവലി. അങ്ങനെ ഇവിടെ ദുബായിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം അതാണ്. അവർ ആ ഡിറ്റൈനീസിനോടൊക്കെ കാണിക്കുന്ന ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ. നമുക്ക് നല്ല ഫുഡ് തരുന്നു, നല്ല അക്കോമഡേഷൻ തരുന്നു. ഒരിക്കലും അവരെന്താക്കുന്നില്ല, അവർ ഷൗട്ട് ചെയ്യുന്നില്ല, പറയുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഈ ആളുകൾ, വേറെ ക്രൈം ചെയ്യുന്ന ആൾക്ക് വേറെ ജയിലുണ്ട്, അവരോട് പക്ഷേ എങ്ങനെയാണ് പണിഷ്മെന്റ് നമുക്കറിയില്ല. നമ്മളടുത്ത് വളരെ നല്ല സമീപനായിരുന്നു. നമ്മളെ കോർട്ടിൽ കൊണ്ടുപോകുന്നു, നമ്മളെ വിളിക്കുന്നു, എന്താണ് കാര്യങ്ങൾ. ഇവിടുത്തെ കോർട്ട് പോലും നമ്മളോട് ചോദിക്കുന്നു എന്താണ് പ്ലാൻ, പിന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, അതെല്ലാം ഫൈൻ അടക്കണോ, ഫൈൻ എഴുതി തരുന്നു. ആ ഫൈനിൽ നമ്മൾ വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നു, ആ ഫൈൻ കുറച്ച് ഇപ്പം ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതെല്ലാം ക്ലിയർ ആക്കി. അങ്ങനെ പുറത്ത് വന്ന കടക്കെ വീട്ടി അതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പം ഇപ്പോൾ ഇവിടെ നമ്മൾ ദുബായിലായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഇവിടുന്ന് പണം കൊടുക്കാനുള്ളവർ ഇവിടുന്ന് മുങ്ങിയാൽ അതൊക്കെ പക്ഷേ അവരുടെ ഇടപാടുകൾ അത്തരത്തിലായിരിക്കും. തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ നമ്മൾ പടച്ചോനും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസാക്ഷിയോടും പടച്ചോനോടും നമുക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പേജാറും വേണ്ട. പ്രത്യേകിച്ച് ദുബൈയിൽ എത്രയോ സുഹൃത്തുക്കൾ നമ്മൾ അന്നുണ്ടായിരുന്ന ആളുകളുടെ പുറത്തുണ്ടല്ലോ, IT വർക്ക് ചെയ്യുന്ന ആളുകൾ, കമ്പ്യൂട്ടർ ഷോപ്പ് വർക്ക് ചെയ്യുന്ന, അങ്ങനെയൊന്നുമില്ല. അത് പർപ്പസ്ഫുള്ളി ചെയ്ത ആളുകൾ ഒരു പക്ഷേ ഗെയിമൊക്കെ കളിച്ച് ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ട് ചീറ്റ് ചെയ്തിട്ട്, നമ്മൾ അങ്ങനെ ആരെയും പർപ്പസ്ഫുള്ളി ചീറ്റ് ചെയ്തില്ല. സ്വാഭാവികമായും ദുബായിൽ നിന്ന് നേരെ ഖത്തറിലേക്ക് പോയി, ഖത്തറിൽ തിരിച്ച് ദുബായിൽ വരുന്നു. വീണ്ടും എന്ത് സംഭവിച്ചു? വീണ്ടും ഞാനിവിടെ ദുബായിൽ ബിസിനസ് മേലെ എൻ്റെ പഴയ ബിസിനസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ക്ലിക്ക് ഇന്റർനാഷണലിന്റെ ബ്രാഞ്ച് തുടങ്ങുന്നു. ക്ലിക്ക് ഇന്റർനാഷണൽ അതാണ് താങ്കളുടെ സ്ഥാപനത്തിന്റെ പേര്. താങ്കൾ അവിടെയും നിന്നില്ല, കാരണം വേറൊരു രാജ്യവും കണ്ടുപിടിച്ചു, സൗദി അറേബ്യ. 2019 എൻ്റെ ഒരു ഓഡിറ്റർ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥാപനം റെൻ്റ് ഔട്ട് ആണോ? അതെ. നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് ഈ ഫ്ലോർ മൊത്തം പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചു. ബിസിനസ് ബേയിൽ ഒരു ഫ്ലോർ പർച്ചേസ് ചെയ്യണമെന്ന്. ഞാനെന്താ നിങ്ങളെ ചോദിക്കുന്നു, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ അത്യാവശ്യം അറബിക് ലാംഗ്വേജ് കൈകാര്യം ചെയ്ത്, നിങ്ങൾക്ക് സൗദി അറേബ്യയുടെ വിഷൻ 2030 കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു നല്ല കാലമാണ്. അവിടെ ബിസിനസ് കൺസൾട്ടൻസി ഒക്കെ തുടങ്ങാൻ പറ്റും. ഞാൻ അവിടേക്ക് മൾട്ടിപ്പിൾ വിസയിൽ പോയി നോക്കി.
പോയി നോക്കി മാത്രമല്ല, അവിടെ ചെന്നപ്പോൾ ദുബായ് പോലെയൊന്നുമല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ വലിയ പ്രയാസമാണ് ആ സമയത്ത് ആളുകൾക്ക് ചെയ്യാൻ. എനിക്കാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കണം. 6 മാസം അവിടുത്തെ ഒരു ലോക്കലിൻ്റെ ലോ ഫേമിൽ വർക്ക് ചെയ്തു അവരുടെ കൂടെ, സൗദിയുടെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ 6 മാസം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് അവിടുത്തെ ബിസിനസ് ഫോർമേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അവസാനം ദുബായ് ക്ലിക്കിൻ്റെ ഓണർഷിപ്പിൽ അവിടെ ഒരു സ്ഥാപനം തുടങ്ങി. അത് വിജയിച്ചോ? വിജയിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വളരെ സന്തോഷമായിട്ട്, ഞാൻ നേരത്തെ സാറ് എന്നോട് ചോദിച്ച വീടും കാര്യങ്ങളൊക്കെ എനിക്ക് അത്തരത്തിൽ പൂർത്തിയാക്കാൻ പറ്റിയത് സത്യത്തിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയതുകൊണ്ടാണ്. സൗദി താങ്കളുടെ ഒരു മോഹമായിരുന്നു, അവിടെ പോയി വിജയിക്കുകയും ചെയ്തു. പക്ഷെ നമുക്ക് ഖത്തറിൽ അപ്പോൾ എത്ര ക്ലയൻസ് ഉണ്ട്? ഖത്തറിൽ ഞാൻ ആ സമയത്ത് 2009 മുതൽ 16 വരെ, അന്ന് പറഞ്ഞാൽ 2022 ഫിഫ കൺഫേം ചെയ്യുന്ന സമയത്ത് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ അങ്ങോട്ട് വന്നിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1000-ഓളം ക്ലയൻറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൗദിയിലോ? സൗദിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 300-350 ക്ലയൻറ്റ് ഓൾറെഡി. ദുബായിലും ഉണ്ടാവും. അതെന്താ പറയുക, സൗദിയുടെ ഒരു എണ്ണത്തിലല്ല, ഒരുപാട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സൗദിയിൽ അവസരമില്ല. സൗദിയുടെ ഫോർമേഷനിലേക്ക് വരുമ്പോൾ അവിടെ പുറത്തൊരു കമ്പനി വേണം. ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ ദുബായിലൊക്കെ തുടങ്ങുന്ന പോലെ പെട്ടെന്ന് നിങ്ങൾ ചെന്നിട്ട് 24 hours കൊണ്ട് കമ്പനി തുടങ്ങി, അതല്ല അവിടെ. ഞാൻ അതിലേക്ക് വരാം. താങ്കൾക്ക് 3 രാജ്യങ്ങളിൽ ഇപ്പോൾ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ? താങ്കൾ തന്നെ എന്നോട് പറഞ്ഞു താങ്കൾക്ക് സ്വപ്നങ്ങൾ വലുതായിരുന്നു എന്ന്. താങ്കൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ ആ നിമിഷം എന്താ? ഞാൻ നേരത്തെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ മെൻറ്ററും എൻ്റെ എല്ലാം എൻ്റെ ഉമ്മയായിരുന്നു. ഖത്തറിൽ പോയപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഉമ്മ എന്താണ് ഇത്ര കുറച്ച് പ്രയാസപ്പെടുത്തിയതാണല്ലോ. കുറച്ച് ആളുകളൊക്കെ ഉമ്മനെ, ഞാൻ ബിസിനസ് തകർന്ന സമയത്ത് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഉമ്മയെ ഞാൻ ഖത്തറിലേക്ക് എൻ്റെ വിസയിൽ കൊണ്ടുപോകണം. ആ സമയത്ത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ജെറ്റ് എയർവേസിന് ഞാൻ റിയാദിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിന് മുമ്പ് അതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്തിട്ടില്ല എന്ന് പറയാം. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പല സന്തോഷങ്ങളിലുള്ള ഏറ്റവും ഒരു വലിയ സന്തോഷമായിട്ട് എനിക്ക് എടുത്ത് പറയാം. അതുപോലെ തന്നെ താങ്കളൊരു വലിയ വീട് തന്നെ പണിത്. അൽഹംദുലില്ലാ, താങ്ക്സ് ഗോഡ്. അതൊക്കെ വലിയ ആഗ്രഹം. അത് പറയാൻ കാരണം ഉമ്മ പറയുന്നുണ്ടല്ലോ എൻ്റെ അടുത്ത്. ഞാൻ നേരത്തെ സാറോട് പറഞ്ഞല്ലോ, ഈ വീട് നമുക്ക് വിറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിൽ ചെയ്യാം. അതുകൊണ്ടൊന്നും തീരൂല. പക്ഷെ ഉമ്മൻ്റെ ആ സ്നേഹം കൊണ്ട് പറയണം. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു വീട് വെച്ചിട്ട് ഉമ്മനെ അതിൽ താമസിച്ചു. പക്ഷെ പഠിച്ചവൻ്റെ നിയോഗം മറ്റൊന്നായിരുന്നു. ഉമ്മ ഒരു 9 വർഷം മുമ്പ് ഞങ്ങളോട് ഇവിടെ പറഞ്ഞു. പക്ഷെ ഉമ്മ ആ സമയത്ത് വീടൊക്കെ തുടങ്ങുന്ന സ്ഥലമൊക്കെ വാങ്ങിയ സമയത്ത് ഉമ്മ അത് കണ്ട് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷെ വീടിന് സാറ് ചോദിച്ച പോലെ അന്നും എനിക്ക് എൻ്റെ അടുത്തൊരു അറബിക് ഒരു പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തിന് വായിൽ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുണ്ട്, ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ. അദ്ദേഹം എന്നോട് അറബിയിലൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സയ്യിദ് വീടിൻ്റെ ഉദ്ഘാടനം ചെയ്തപ്പോൾ എന്ത് തോന്നി? എനിക്ക് സങ്കടം തോന്നി. അതെന്താന്ന് വെച്ചു, എൻ്റെ ഉപ്പയില്ല ഉമ്മയില്ല. ആ വീടിന് എന്താണ് പേരിട്ടത്? ഞാനപ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് കൂട്ടിയിട്ട് മുഹമ്മദിൻ്റെ MU വെച്ചിട്ട് മുസൈനബ് മാൻഷൻ എന്ന് പേരിട്ടു. MU എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ MU, പിന്നെ സൈനബിൻ്റെ സൈനബ്, മുസൈനബ് മാൻഷൻ. കാണുന്നവർക്ക് വലിയ വീട് തന്നെയാണ് അല്ലേ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. മാഷാ. അപ്പോൾ അവിടുത്തെ ആ പഴയ ഓർമ്മകളും നൊസ്റ്റാൾജിയിൽ നിന്ന് നമുക്ക് നേരെ സൗദിയിലേക്ക് പോകാം. യെസ്. പൊതുവേ ദുബായ് എന്ന് പറയുന്ന സ്ഥലത്താണ് അധികം പേരും എത്തിപ്പെടുന്നത്, ഇവിടെയാണ് ബിസിനസ്സിന് ശ്രമിക്കുന്നത്. പക്ഷെ താങ്കൾ സൗദിയിലേക്കാണ് ചെന്നത്. എന്താണിപ്പോൾ സൗദിയിലെ ഇത്ര പ്രത്യേകത? സൗദിയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത ഈ ഒരു സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്നൊരു വലിയ പദ്ധതിയാണ് വിഷൻ 2030. വിഷൻ 2030യിൽ എല്ലാ സെക്ടറിലും, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, ഇൻഫർമേഷൻ ടെക്നോളജി ആവട്ടെ, ടൂറിസം ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, എല്ലാ രംഗത്തും 2030 കൈവരിക്കേണ്ട ഒരു മാർഗരേഖ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു മീഡിയ സുഹൃത്തിനോട് പറയുകയാണ്, അത് പഠിച്ചപ്പോൾ ഇതൊരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ഖത്തറിൽ നിന്ന് തന്നെ എൻ്റെ ഒരു പത്രപ്രവർത്തകനായ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ട സ്ഥലം സൗദിയാണെന്ന്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. എല്ലാവരും വേറൊരു സാധനം കൂടെ അതിലുണ്ട്. 18 വർഷം ഉപ്പ സൗദിയിലായിരുന്നു. അപ്പോൾ ആ സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നും, ഉപ്പ ഉണ്ടായ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപ്പ ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹം വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്കും ആ രാജ്യത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്തയും എല്ലാം കൂടി നമ്മൾ സൗദിയിലേക്ക് പോകുന്നത്. 2019-20 കാലഘട്ടത്തിലാണ് ഞാൻ സൗദിയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏകദേശം 6 വർഷമായിട്ട് കുടുംബമായിട്ട്
അവിടെ തന്നെ ഉണ്ട്. അവിടെ വീടൊക്കെ കൂടിയിരുന്നു. ഇല്ല, വീട് കഴിഞ്ഞിപ്പോൾ ഒരു വർഷമായിട്ട് അവരവിടെ ഉണ്ട്. ഇനി വെക്കേഷനിൽ നാട്ടിൽ പോകണം. പക്ഷേ സൗദിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 150 വർഷത്തിന് ശേഷം സൗദിയിൽ ചെറിയൊരു റെവല്യൂഷണറി ചേഞ്ചാണ്. അത് എല്ലാ രംഗത്തും, അത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ A to Z എന്ന് പറയും. അവിടെ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മുടെ അവിടെയുള്ള ഒരാൾക്ക്, ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവിടെ ഒരു കമ്പനി ഫോം ചെയ്യാൻ പറ്റും? എല്ലാവരും ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അറബി വീട്ടിലെ ഡ്രൈവറാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്, ഈവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഞാനുള്ളതെന്ന് പറഞ്ഞാൽ പോലും ഇവർക്കൊക്കെ ഞാൻ കമ്പനി കൊടുക്കും. അവരുടെ പേരിൽ പുറത്തൊരു കമ്പനി. സൗദിയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, സൗദിയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഇൻഡിവിജ്വലി അവിടെ പോയിട്ട്, പേഴ്സണലി അവിടെ പോയിട്ട് തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് പുറം രാജ്യത്ത് 2 വർഷം കൂടുതലായ ഒരു കമ്പനി, 2 വർഷമെങ്കിലും മിനിമം ആയിട്ടുള്ളൊരു കമ്പനി വേണം. അതിൻ്റെ ലാസ്റ്റ് ഇയർ ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് വേണം. അതിൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും പവർ ഓഫ് അറ്റോർണിങ്ങിൻ്റെ 4 ഡോക്യുമെൻ്റ് അറ്റസ്റ്റ് ചെയ്ത് സൗദി എംബസി വെരിഫൈ ചെയ്തിട്ട് അവിടെ എത്തിച്ചിട്ട് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൂവൽ തന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ ആകാൻ പറ്റുള്ളൂ. അത് ആ കമ്പനിയുടെ ഓണർഷിപ്പിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു ഫോറിൻ കമ്പനിയുടെ, ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി പോലെ നമുക്ക് തുടങ്ങാൻ പറ്റും. പക്ഷെ അവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഏത് സെക്ടറാണ്? സർവീസ് ഇൻഡസ്ട്രിയാണ്. സർവീസ് ഇൻഡസ്ട്രിയിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 0 ആണെങ്കിൽ 0 ആണ്. നോ പ്രോബ്ലം. നമ്മൾ എത്രയോ കമ്പനി തുടങ്ങി കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രി തുടങ്ങിയെന്നിരിക്കുക, നാളെ എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും തുടങ്ങണം. സൗദിയുടെ വലിയൊരു ബ്യൂട്ടി, വലിയൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ സാറ് ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻറ്റ്, ഒരു കൺസൾട്ടൻസി ഫേമാണ് അല്ലെങ്കിൽ മീഡിയ ഫേമാണ്. അതിനോട് കൂടെ നിങ്ങൾക്ക് ഒരു കഫറ്റീരിയ തുടങ്ങാം, ആഡ് ചെയ്യാം, ആക്ടിവിറ്റി ആഡ് ചെയ്യുന്ന നോ കോസ്റ്റ്, വിതൗട്ട് എനി കോസ്റ്റ്. നിങ്ങൾക്കിപ്പോൾ ഒരു ലോണ്ടറി തുടങ്ങണം. അത് ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവില്ല. കാരണം അവിടെ ഓരോന്നിനും 15,000 കൊടുത്ത് ഓരോ ലൈസൻസ് എടുക്കും. ഇവിടെ നമ്മൾ ഒരൊറ്റ ലൈസൻസിൽ തന്നെ അത് ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ എല്ലാം ചേർക്കാം. ഇനി നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇപ്പോൾ സാറിന് അവിടെ ഈ കപ്പ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു മാനുഫാക്ചറിങ്, അതിനും പൈസ വേണ്ട, വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട, വേറെ ലൈസൻസ് വേണ്ട. നേരത്തെ സൗദി അറേബ്യയിൽ ട്രേഡിങ് വേറെ, സർവീസ് വേറെ, മാനുഫാക്ചറിങ് വേറെ, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ലൈസൻസ് വേറെ എന്നുള്ള കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ലൈസൻസിൽ സൗദി അറേബ്യ മൊത്തം ബിസിനസ് ചെയ്യാം. സൗദി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യയുടെ 3/4 ഭാഗം ലാൻഡും 36 മില്യൺ ജനങ്ങളുള്ള വലിയൊരു ഹ്യൂജ് കോണ്ടിനെൻ്റലാണ്, നോട്ട് എ കൺട്രി എന്ന് പറയും ഞാൻ. ആ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ബിസിനസ്. എനിക്ക് ജിദ്ദയിലോ, നിങ്ങൾക്കിപ്പോൾ റിയാദിലൊരു ഓഫീസ് ഇട്ടു, ഇനി ജിദ്ദയിലെ ഓഫീസ് നമുക്ക് നേരത്തെ ബ്രാഞ്ച് തുടങ്ങേണ്ടിയിരുന്നു. അത് ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരൊറ്റ CR കൊണ്ട്, ഒറ്റ കൊമേഴ്സ് രജിസ്ട്രേഷൻ കൊണ്ട് സൗദി മൊത്തം ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയാലും ഇതേപോലെ തന്നെ 2 വർഷമുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം, ഡോക്യുമെന്റ്സ് ഉണ്ടാവണം, ഓഡിറ്റഡ്. ഇതുണ്ടെങ്കിൽ അവിടെ പോയി തുടങ്ങാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പം പൂനെയിലൊരു IT കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ പൂനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും സാറിൻ്റെ കയ്യിൽ കാണും, നിങ്ങളുടെ കമ്പനിക്കും കാണും. അതും കൂടെ ലാസ്റ്റ് ഇയർ ഓഡിറ്റ് റിപ്പോർട്ടും ഞങ്ങൾ തരുന്നൊരു പവർ ഓഫ് അറ്റോർണി ഉണ്ട്. അതും നിങ്ങൾ അപ്പോസ്റ്റൈൽ ചെയ്യും. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അപ്പോസ്റ്റൈൽ മതി, അറ്റസ്റ്റേഷൻ ഒന്നും വേണ്ട. ഇവിടെ UAE നിന്നാണെങ്കിൽ നിങ്ങളിവിടെ മോഫ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സൗദി എംബസി ചെയ്യണം ഇത്തരം ഡോക്യുമെൻറ്റ്സ്, ഇവിടുത്തെ ട്രയൽ ലൈസൻസും ആർട്ടിക്കിളും. അതേ സമയത്ത് നമുക്ക് ഇന്ത്യ രാജ്യത്തും അപ്പോസ്റ്റൈലാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്യുമെൻ്റ് അറ്റസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏൽപ്പിച്ചാൽ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കും. ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിൽ നിന്ന് കൊമേഴ്സ് രജിസ്ട്രേഷൻ നടക്കും. സൗദി ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റാൻഡം ചോദിച്ചു, എന്തൊക്കെ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ പെട്ടെന്ന് കയറിയാണ് വളരുന്നത്? എന്തൊക്കെ ഇൻഡസ്ട്രിയൽ ലൈസൻസ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, മാനുഫാക്ചറിങ് വളരെ വലിയ ബൂമിങ് കിട്ടുന്നു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡും പാലവും, അതുപോലെ സ്പോർട്സിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ സ്റ്റേഡിയം എല്ലാം എല്ലാ ഭാഗത്തും പൊളിച്ച് പണിതുകൊണ്ടിരിക്കുക. നിങ്ങളെ സൗദിയിലേക്ക് ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. അവിടെ വന്നാൽ ഞങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ നോക്കൂ, സൽമാൻ പാർക്ക് ലോകത്തെ ഏറ്റവും വലിയ അർബൻ പാർക്കാണ്. 16 സ്ക്വയർ കിലോമീറ്റർ ഒരു ടൗണിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു സ്റ്റേഡിയങ്ങളുടെ കാര്യമാണെങ്കിലും റോഡിൻ്റെയും ഏതൊരു രാജ്യമാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടൈമിലാണ് അവിടെ നമുക്കൊരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ടൈമാണ് ഇപ്പോൾ സൗദി അറേബ്യ. സയ്യിദ് വളരെ എളിയ തുടക്കത്തോടുകൂടി തൊഴിൽ ചെയ്ത് അതിനുശേഷം ഒരു ബിസിനസ് നടത്തി വലിയ കടക്കണിയിൽപ്പെട്ട്, എന്നാൽ വലിയ മനസ്സ്, അത് വിജയിപ്പിച്ച്, ഖത്തറിൽ പോയി അത് വിജയിപ്പിച്ച് തിരിച്ചു വന്ന് എല്ലാവർക്കും പണം തിരിച്ചു കൊടുത്തുകൊണ്ട്, എന്നാൽ ജയിൽവാസം പോലും ഏറ്റെടുത്ത ഒരാളാണ്. ഇന്ന് സൗദിയിലും ഖത്തറിലും UAE ഒക്കെ താങ്കൾക്ക് ഇന്ന് ക്ലയൻസ് ഉണ്ട്, ബിസിനസ്സുണ്ട്, വളർന്നിരിക്കുകയാണ്. ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ, ഫൈനാൻഷ്യലി മക്കളുണ്ട്,
4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഒരാളിപ്പോൾ ഡിഗ്രി BBA + LLB പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നമുക്ക് UK മറ്റോ ഒക്കെ ഉപരിപഠനത്തെ വിടണം. മറ്റൊരാൾ BBA ഒക്കെ പഠിക്കുന്നത് അവൻ്റെ കൂടെ സൗദിയിലുണ്ട്. അവൻ്റെ സ്പോർട്സാണ് അവൻ്റെ മോഹം. ആ രംഗത്ത് അവൻ എന്താണോ കൊടുക്കാൻ പറ്റാതെ കൊടുക്കണം. നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. തിരിച്ച് എന്നെയൊക്കെ പോലും സഹായിച്ച നമ്മുടെ സമൂഹത്തിൽ നിന്ന് സോഷ്യലി നമുക്കൊരുപാട് കമ്മിറ്റ്മെൻ്റ് ഉള്ള സംഗതികളുണ്ട്. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ അത്തരം സാഹചര്യമുള്ള ആളുകളെ ചെറുതായിട്ടൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും നല്ല നിലയിൽ അവരെയൊക്കെ സഹായിക്കണം, എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കും. വൈഫും മക്കളും ഇപ്പോൾ കൂടെ സൗദിയിലാണ്. അതിൽ 3 പേര് സൗദിയിലാണ്, 2 പേര് ബോർഡിംഗ് ആയതുകൊണ്ട് പഠിക്കുകയാണ്. താങ്കളെ ബോർഡിംഗ് സ്കൂളിൽ വിടും എന്ന് പറഞ്ഞിട്ട് പഠിക്കാനായില്ല, പഠിച്ചോൻ വിളിച്ചുകൊണ്ട് പോയി. പക്ഷെ മക്കളെ ഇപ്പോൾ ബോർഡിംഗ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഈ ചർച്ച ചെയ്തതിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. എന്നിരുന്നാലും പുതിയ അവസരങ്ങളും താങ്കൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ പ്രേക്ഷകർ ഇത് നെഞ്ചിലേറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൗദി ഒരു പർദീസയാവും എന്നുള്ള താങ്കളുടെ ആ കോൺഫിഡൻസ് മറ്റുള്ളവരിലേക്കും പകരട്ടെ. വളരെ നന്ദിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ബിസ്കോറിൻ്റെ കോൺക്ലേവിൽ പങ്കെടുക്കാനാണ്. 9 to 9 ഫംഗ്ഷന് ഒരു എന്താ പറയുക മാരത്തോൺ ഇവൻ്റ് ആയിരുന്നു. അതിൽ ഒട്ടും ആളുകളെ ബോറടിപ്പിക്കാതെ ഞാൻ പല ഇവൻറ്റുകളിലും മൾട്ടിനാഷണൽ ഇൻ്റർനാഷണൽ ഇവൻറ്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളെ പങ്കെടുക്കാറുണ്ട്. ദുബായിലൊക്കെ അറൗണ്ട് 26 ഇയേഴ്സായി GCCയിൽ. പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത് മാഷാ അല്ലാഹ് താങ്കളുടെ ആ ഇൻട്രാക്ഷനും ജനങ്ങളെ ആ ഒരു അവസാന നിമിഷം വരെ ആവേശഭരിതരാക്കി. ഇന്നത്തെ പഠിച്ചു ഇനിയും ഒരുപാട് എപ്പിസോഡുകളും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഇത്തരം ബിസിനസ്സുകാർക്ക് സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ബിസിനസ്സുകാരാണ്. അവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സൗദിയിലേക്ക് നിങ്ങളെ സ്വാഗതം കൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു. നിങ്ങൾ കേട്ടു സയ്യിദ് ക്ലിക്ക് എന്ന ഈ സംരംഭകൻ്റെ യാത്ര. അദ്ദേഹം അഭിനയിക്കുകയായിരുന്നില്ല, നമ്മുടെ മുന്നിൽ ജീവിക്കുകയായിരുന്നു. പച്ചയായ ജീവിത കഥയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുഭവ കുറിപ്പുകളാണ്. എത്ര പേർക്കാവുമെന്നറിയില്ല. ഒളിച്ചോടാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അത് നെഞ്ചുപിടുത്തി നിന്ന് അത് നേരിട്ട് പൈസ കൊടുക്കാനുള്ളവരോട് ഞാനിവിടെ ഉണ്ട്, മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെങ്കിൽ ആ പണം തിരിച്ചു തരും എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആൾക്കാരാണ് നമുക്ക് മാതൃകയാവേണ്ടത്. ഒളിച്ചോടുകയല്ല വേണ്ടത്. അതിന് ജയിൽവാസമെങ്കിൽ ജയിൽവാസം എന്ന് തീരുമാനിച്ച ആ വ്യക്തി ഒരു വളരെ സമൂഹത്തിന് മാതൃകയാണ്. ഇന്ന് സയ്യിദ് ക്ലിക്ക് എത്തി നിൽക്കുന്നത് സൗദിയിലാണ്. അദ്ദേഹത്തിന് ഖത്തറിൽ വിജയം നേടിയ ബിസിനസ്സുണ്ട്, ദുബായിൽ വിജയം നേടിയ ബിസിനസ്സുണ്ട്. സൗദി ഒരു പർദീസയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനും എൻ്റെ ക്ലയൻസിന് വേണ്ടി നിരവധി യാത്രകൾ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. സൗദി ഇന്ന് പഴയ സൗദിയല്ല, വളരെയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. നിരവധി പേരാണ് അവസരങ്ങൾ തേടി സംരംഭം തുടങ്ങാൻ അവിടെ എത്തുന്നത്. അടുത്ത 10 കൊല്ലം കൊണ്ട് ചിലപ്പോൾ വലിയ സാധ്യതകളുള്ള ദുബായേക്കാളൊക്കെ വലിയ സാധ്യതകളുള്ള നഗരമായി തീർന്നേക്കാം സൗദിയിലെ പല നഗരങ്ങളും. കാരണം വിഷണറി ആയിട്ടുള്ളൊരു ലീഡർ ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും വളരുമെന്നുള്ളത് തന്നെയാണ്. അവിടെ സയ്യിദിനെ പോലെ ചില ആൾക്കാരുണ്ട്. നമ്മളെപ്പോലെ ചിലർ അവിടെ ചെല്ലുമ്പോൾ കൈപിടിച്ച് നമ്മുടെ സംരംഭം തുടങ്ങാനും അത് സെറ്റപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നവർ. സയ്യിദ്, വളരെ സന്തോഷമുണ്ട് താങ്കളെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വേദിയിൽ വെച്ച് കണ്ടുമുട്ടിയെങ്കിലും ഈ ദുബായിലെ സ്റ്റുഡിയോയിൽ വെച്ച് താങ്കളെ കാണാനും പരിചയപ്പെടാനും താങ്കളുടെ ആ സത്യസന്ധമായ കഥ കേൾക്കാനൊക്കെ ആയതിൽ പ്രേക്ഷകർക്ക് അത് പറഞ്ഞു കൊടുക്കാനായതിൽ ഞാനും സന്തോഷിക്കുന്നു. താങ്കളുടെ സംരംഭം ഇനിയും വളരട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.